ഇംഗ്ലണ്ടിലെ നോർഫോക്ക് കൗണ്ടിയിലെ നോറിച്ച് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രാധാന്യമേറിയ കോട്ടയാണ് നോറിച്ച് കാസിൽ. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് 11-ാം നൂറ്റാണ്ടിൽ നോർമൻ ഭരണാധികാരികളുടെ കാലത്താണ് ഈ മഹത്തായ കോട്ട നിർമ്മിക്കപ്പെട്ടത്. രാജകീയ അധികാരത്തിൻ്റെ പ്രതീകമായിരുന്ന നോറിച്ച് കാസിൽ ഒരു കാലത്ത് രാജാവിൻ്റെ കോട്ടയായും ഭരണകേന്ദ്രമായും പ്രവർത്തിച്ചിരുന്നു. കാലക്രമേണ നോറിച്ച് കാസിൽ ഒരു രാജകീയ വസതിയിൽ നിന്ന് ജയിലായും പിന്നീടൊരു മ്യൂസിയമായും മാറി. ഇന്നിത് നോറിച്ച് കാസിൽ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി എന്ന പേരിൽ പ്രശസ്തമാണ്. പുരാതന ആയുധങ്ങൾ, കലാസൃഷ്ടികൾ, പ്രകൃതിചരിത്ര ശേഖരങ്ങൾ എന്നിവയിലൂടെ ബ്രിട്ടൻ്റെ സമ്പന്നമായ ചരിത്രം ഇവിടെ സന്ദർശകർക്ക് അനുഭവിക്കാം. ഈ കോട്ടയുടെ ചുറ്റിനും കാസിലിൻ്റെ സേഫ്റ്റിക്കായി അവർ നിരവധി കനാലുകൾ സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപകൽപ്പന നമുക്ക് ഗാലറിയിൽ കാണാവുന്നതാണ്. നഗരം വളർന്നതോടുകൂടി അതിന് അപ്രത്യക്ഷമായതായി നമുക്കിന്ന് കാണാൻ പറ്റും. കാസിൽ സന്ദർശിക്കാൻ ടിക്കറ്റ് നിരക്കുകൾ വളരെ ലളിതമാണ്. മുതിർന്നവർക്കുള്ള പ്രവേശന ഫീസ് ഏകദേശം 15 മുതൽ 17 പൗണ്ട് വരെയാണ്. കുട്ടികൾക്ക് കുറവ് നിരക്കിലുള്ള ടിക്കറ്റുകളും ഫാമിലി ടിക്കറ്റുകളും ലഭ്യമാണ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. നോറിച്ച് കാസിലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ചൂടുള്ള ഭക്ഷണങ്ങൾ, സ്നാക്കുകൾ, കോഫി, ചായ, മധുരപലഹാരങ്ങൾ എന്നിവ ലഭ്യമാണ്. പ്രത്യേകത എന്തെന്നാൽ കഫേ സന്ദർശിക്കാൻ മ്യൂസിയം ടിക്കറ്റ് ആവശ്യമില്ല. ഭക്ഷണം മാത്രം ആസ്വദിക്കാനും ഇവിടെ എത്താം. കാസിലും മ്യൂസിയവും സാധാരണയായി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തുറന്നിരിക്കും. അവസാന പ്രവേശനം ഏകദേശം 4:30 ഒരു സാധാരണ സന്ദർശകന് കാസിൽ സന്ദർശിക്കാനായി 3 മുതൽ 4 മണിക്കൂർ വരെ സമയം ചെലവഴിക്കാം. നോറിച്ച് കാസിലിൻ്റെ ഗാലറിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ കോട്ടയുടെ 1000 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്ര കഥകളാണ്. പ്രവേശന ഭാഗത്ത് തന്നെ നോറിച്ച് കാസിലിൻ്റെ നിർമ്മാണവും നോർമൻ കാലഘട്ടവും വിശദീകരിക്കുന്ന ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേകളും ഇൻഫർമേഷൻ പാനലുകളും കാണാം. തുടർന്ന് മധ്യകാലഘട്ടത്തിലെ ആയുധങ്ങളും കവചങ്ങളും രാജാക്കന്മാരുടെയും സൈനികരുടെയും ജീവിതം അവതരിപ്പിക്കുന്ന പ്രദർശനങ്ങൾ ശ്രദ്ധയിൽപ്പെടും. ചില ഗാലറികളിൽ പഴയ ജയിൽമുറികളുടെ പുനർനിർമ്മിത രൂപങ്ങളും കാണാൻ കഴിയും. ഒരു കാലത്ത് ഈ കോട്ട ഒരു ജയിലായിരുന്നതിൻ്റെ ശക്തമായ തെളിവുകൾ. ഇതിനു പുറമെ നോർഫോക്ക് പ്രദേശത്തിൻ്റെ പുരാവസ്തുക്കൾ, പ്രകൃതിചരിത്ര ശേഖരങ്ങൾ, ബ്രിട്ടീഷ് കലാസൃഷ്ടികൾ എന്നിവയും ഘട്ടം ഘട്ടമായി സന്ദർശകർക്ക് മുന്നിൽ തുറന്നുവരുന്നു. ഹോക്ക്വാൾ ക്രൗൺ. നോറിച്ച് കാസിൽ ഗാലറിയിലെ ഏറ്റവും വിലയേറിയ പ്രദർശനങ്ങളിൽ ഒന്നാണ് ഹോക്ക്വാൾ ക്രൗൺ. ഇത് ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ അഥവാ ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൽ നിർമ്മിച്ചതായി ചരിത്രകാരന്മാർ കരുതുന്നു. നോർഫോക്കിലെ ഹോക്ക്വാൾ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ സ്വർണ്ണ കിരീടം ശുദ്ധമായ സ്വർണ്ണത്തിൽ അതിസൂക്ഷ്മമായ കൈവേലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു രാജാവിൻ്റെയോ അതീവ പ്രാധാന്യമുള്ള ഒരു നേതാവിൻ്റെയോ ആചാരപരമായ കിരീടമായിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കിരീടത്തിൻ്റെ രൂപകൽപ്പനയും അലങ്കാരവും ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൻ്റെ സമ്പത്തും കലാപരമായ മികവും വ്യക്തമാക്കുന്നു. We have so many paintings here, and I would like to introduce 2 paintings, my right side and left side, and this same location, 2 artists painted in a different time. I think one is you can see this art's 1897 that's happened, and this one is different time at the same year, 1897. Yeah, so we can see the difference that on the picture. So he painted some of the area of the same sculpture on the head. We can see this painting, and that is someone put an extra skull here. And this is the whole room with I hope it's they mention it is an artist class something, so we could see clearly there's so many artists there and they are doing their work. That's quite interesting, isn't it? ഈ 2 ചിത്രങ്ങളും ഒരേ മുറിയിലെ 2 വ്യത്യസ്ത ദിശകളിൽ നിന്ന് വരച്ചിട്ടുള്ളവയാണ്. ദ ചിൽഡ്രൻ ഇൻ ദി വുഡ്.
എന്ന ശില്പത്തിന് പിന്നിലെ ഒരു കഥ ഒരു പഴയ ഇംഗ്ലീഷ് കഥയിൽ നിന്നാണ്. ഒരു ധനികൻ്റെ 2 കുട്ടികൾ, ഒരു മകൻ ഒരു മകൾ. അവരുടെ മാതാപിതാക്കൾ മരിച്ച ശേഷം പിതാവിൻ്റെ സഹോദരന്മാർ പൈസ നേടാനുള്ള ചതിയിൽ കുട്ടികളെ കാട്ടിലെത്തിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ കുട്ടികളെ കാട്ടിലെ പ്രിയപ്പെട്ട പക്ഷികൾ സംരക്ഷിക്കുകയും പ്രകൃതിയുടെ സഹായത്തോടെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. എന്നാൽ തകർന്ന കുടുംബ ബന്ധങ്ങൾ, ദുഃഖവും നിരാശയും കുട്ടികളുടെ നിസ്സഹായതയും പൂർണ്ണമായ ദുരിതവും ശില്പത്തിലൂടെ പ്രകടമാക്കപ്പെടുന്നു. These are amazing the artwork from the old artist. We can just feel that when you have like a very closer view. This is like bigger exactly feel like a painting, but from the long side view, it's like amazing, and it becomes like a real piece. We could just literally feel like it's a photograph from a long side view. I will show you from a short and a long side view. കാസിലെ ഗാലറിയിലേക്ക് കടക്കുമ്പോൾ സന്ദർശകർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഒരു സമൃദ്ധമായ ചിത്രശാലയാണ്. ഇവിടെ നിന്ന് 17-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള ബ്രിട്ടീഷ് പെയിൻറ്റിങ്ങുകളുടെ മനോഹര ശേഖരം തന്നെ കാണാം. ഗാലറിയിലെ ആദ്യ കാഴ്ച എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള പ്രകൃതി ദൃശ്യങ്ങൾ, ഗ്രാമീണ ജീവിതം, നദികളും പച്ചപ്പും ആസ്വാദ്യത്തോടെ ചിത്രീകരിച്ച ലാൻഡ്സ്കേപ്പുകളാണ്. ഈ ചിത്രങ്ങൾ സന്ദർശകർക്ക് ഒരു ശാന്തമായ അനുഭവം നൽകുന്നു. പ്രകൃതിയുടെ വൈഭവവും സൗന്ദര്യവും അവിടെ പ്രകടമാണ്. മറ്റു ഭാഗത്ത് പോർട്രേറ്റ് പെയിൻറ്റിങ്ങുകൾ കാണാൻ കഴിയും. ഇവിടെ ആളുകളുടെ മുഖഭാവങ്ങൾ, ചാരുതര്യവും വ്യക്തിത്വവും സൂക്ഷ്മമായി പ്രത്യക്ഷപ്പെടുന്നു. കണ്ണുകളുടെ പ്രതിബിംബം, മുഖത്തെ പ്രകാശം, ഭാവങ്ങൾ ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളറയും വികാരങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. ഗാലറിയിലെ ചിത്രങ്ങൾ ഒരേ സമയത്ത് ഭൗതിക സൗന്ദര്യവും മാനവിക വികാരവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നു. പ്രകൃതിയെ അകലെ നിന്ന് കാണുകയും മനുഷ്യനെ അടുത്ത് നിന്ന് കാണിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നോറിച്ച് കാസിലിലെ പെയിൻറ്റിങ്ങുകളുടെ ആകർഷണത്തെ തീർച്ചയായും വർദ്ധിപ്പിക്കുന്നു. ഗാലറിയിലെ മറ്റൊരു വിസ്മയകരമായ പ്രദർശനം ടീപോട്ട് ശേഖരമാണ്. ഈ ശേഖരം ഏകദേശം 18-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ വിവിധ കൾണറി കലാസൃഷ്ടികൾ ഉൾക്കൊള്ളുന്നു. ഇവയിലെ ടീ സെറ്റ് വ്യത്യസ്ത വസ്തുക്കളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ചൈന, പോർസലൻ, സിറാമിക്, മെറ്റൽ എന്നിവയിൽ നിന്നുള്ളവ അടങ്ങിയിട്ടുണ്ട്. ചില ടീ സെറ്റുകൾ വളരെ സങ്കീർണമായ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള അലങ്കാരങ്ങൾ കൊണ്ട് ഭംഗിപ്പെടുത്തിയിട്ടുള്ളവയാണ്. മറ്റുള്ളവ വൃത്തിയുള്ള ലൈനുകളും ആധുനിക ഡിസൈനുകളും പ്രകടമാക്കുന്നു. അടുക്കളയിലും ഡ്രോയിങ് റൂമിലും ആഫ്റ്റർനൂൺ ടീ ആഘോഷമാക്കാനും ഇവ ഉപയോഗിച്ചിരുന്നു. ചെറിയ ലളിതമായ ടീ സെറ്റ് ദൈനംദിന ഉപയോഗത്തിനും രൂപകൽപ്പന ചെയ്തിരുന്നുവെന്ന് നമുക്ക് കാണാം. സന്ദർശകർക്ക് ഈ ശേഖരം നോക്കുമ്പോൾ ടീ സെറ്റ് വഴി ബ്രിട്ടൻ സമൂഹത്തിൻ്റെ സാംസ്കാരികവും സാമൂഹ്യ ജീവിതവും അനായാസം മനസ്സിലാക്കാൻ കഴിയും. ടീ സെറ്റ് ഒന്ന് നോക്കിയാൽ ഓരോ കാലഘട്ടത്തിൻ്റെ രുചിയും ആകർഷണവും നമ്മെ യാത്രയിലാക്കുന്നു. ഓരോ ഷെൽഫിൻ്റെ മുകളിലും ഏത് കാലഘട്ടം, എന്തിന് ഉപയോഗിക്കുന്നു, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായി അവർ അവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. ചെറുതു മുതൽ വലുതുവരെ ഉള്ള അനേകായിരം ടീപോട്ടുകളാണ് നമുക്കവിടെ ആ ഗാലറിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതൊക്കെയും കളിപ്പാട്ടങ്ങളല്ല, ടീപോട്ടുകളാണ് അന്ന് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്.
ഗാലറിയിലെ മറ്റൊരു മനോഹരമായ പ്രദർശനമാണ് വുമൻസ് ഫാഷൻ. ഇവിടെ കാണുന്ന വസ്ത്രങ്ങൾ പ്രധാനമായും 18 മുതൽ 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഫാഷനാണ് പ്രതിഫലിപ്പിക്കുന്നത്. വസ്ത്രങ്ങൾ സിൽക്ക്, ലേസ്, സാറ്റിൻ, ബാറ്റേഴ്സ് തുടങ്ങിയ പല സങ്കീർണമായ മെറ്റീരിയലുകളിൽ നിർമ്മിച്ചിരിക്കുന്നു. ചില വസ്ത്രങ്ങളിൽ സങ്കീർണമായ കരകൗശല വർക്ക്, പാറ്റേൺ ഡിസൈനുകൾ എന്നിവയും കാണാം. ഇത് വനിതകളുടെ സാമൂഹിക സ്ഥാനം, പാഠം, ആഘോഷങ്ങൾ എന്നിവയെ പകർന്നുകൊണ്ടിരിക്കുന്നു. ആഭരണങ്ങൾ, പ്രത്യേകിച്ച് നെക്ലേസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്സ്, ഇയറിങ്സുകൾ എന്നിവ വസ്ത്രങ്ങളോട് സങ്കല്പിച്ച ഒരു മുഴുവൻ സ്റ്റൈലും പൂർണ്ണമായ ആഡംബരവും കാണിക്കുന്നു. ഔദ്യോഗിക ചടങ്ങുകൾക്കും സാംസ്കാരിക ചടങ്ങുകൾക്കും ഇവ പ്രത്യേകിച്ച് ഉപയോഗിച്ചിരുന്നുവെന്ന് കാണാം. ഈ പ്രദർശനം വഴി നോർവിച്ച് കാസിൽ ഗാലറിയിലെ സന്ദർശകർ ബ്രിട്ടീഷ് വനിതകളുടെ ഫാഷൻ, സാംസ്കാരിക മാന്യ സാഹചര്യം, സാമൂഹിക ജീവിതം എന്നിവയെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും അടുത്തു നിന്ന് കാണാൻ കഴിയും. മ്യൂസിയത്തിലെ മറ്റൊരു മധുര അനുഭവമാണ് സൂശേഖരവും സ്റ്റഫ്ഡ് ആനിമൽസ് പ്രദർശനവും. ഈ ഗാലറിയിൽ ലോകമെമ്പാടുമുള്ള വന്യജീവികളെയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പ്രത്യക്ഷങ്ങളും സൂക്ഷ്മമായി പുനരുദ്ധരിച്ചിരിക്കുന്നു. പ്രദർശനത്തിൽ വിവിധ പക്ഷികളും സസ്തനികളും കാണാം. ചെറിയ പക്ഷികൾ മുതൽ വലിയ സിംഹം, തിമിംഗലം പോലുള്ള മൃഗങ്ങളിലേക്കും. ഇവയുടെ ശരീരഘടന, രൂക്ഷമായ നോട്ടം, നിറം, കണ്ണുകളുടെ ഭാവം എന്നിവ, അതിജീവന സാധ്യതകൾ, പ്രകൃതി സാഹചര്യങ്ങൾ, ജീവിച്ചിരുന്ന കാലഘട്ടം എന്നിവയിലൂടെ കാണിക്കപ്പെടുന്നു. മൃഗങ്ങളെ സ്റ്റഫ്ഡ് ആനിമൽസായി പുനർനിർമ്മിച്ചതിലൂടെ സന്ദർശകർക്ക് അവയുടെ രൂപകൽപ്പന, വലിപ്പം, ഭാവം, വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ എന്നിവയെ അടുത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ശാസ്ത്രവും കലയും ചേർന്ന അനുഭവമാണ്. മറ്റൊരു മനോഹരമായ പ്രദർശനം പക്ഷികളുടെ ശേഖരമാണ്. ഈ ഗാലറിയിൽ ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത പക്ഷി വകഭേദങ്ങളും അവയുടെ വൈവിധ്യവും കാണാൻ കഴിയും. പ്രദർശനത്തിൽ ശില്പങ്ങൾ, സ്റ്റഫ്ഡ് ബേർഡ്സ്, നിരൂപണ രൂപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. വിവിധ വലിപ്പങ്ങൾ, നിറങ്ങൾ, പശ്ചാത്തലങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ചില പക്ഷികളെ വളരെ വിശദമായി പുനർനിർമ്മിച്ച് അവയുടെ പ്രകൃതി സ്വഭാവം, ജീവിതശൈലി, പറക്കുന്ന രീതികൾ എന്നിവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പക്ഷികളുടെ ശേഖരം വിദ്യാർത്ഥികൾക്കും പ്രത്യക്ഷരായ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ശാസ്ത്രീയവും ശൈലീപരവുമായ അനുഭവമാണ് നൽകുന്നത്. കാസിലിലെ ഈ പ്രദർശനം സന്ദർശകരെ പ്രകൃതി, ജൈവവൈവിധ്യം, ലോകമെമ്പാടുമുള്ള പക്ഷി ജീവചരിത്രം എന്നിവയെപ്പറ്റി കൂടുതൽ അടുത്ത് അറിയിക്കുന്നതിനായുള്ള ഒരു വിൻഡോയാണ്.
രണ്ടാം നിലയിലെ ഗാലറി സന്ദർശിക്കുന്നവർക്ക് ഇവിടെ ലഭിക്കുന്ന അനുഭവം വളരെ സമഗ്രമാണ്. സെക്കൻഡ് ഫ്ലോറിൽ പ്രത്യക്ഷപ്പെടുന്ന ഗാലറിയിൽ പെയിൻറ്റിങ്ങുകൾ, യുദ്ധകാലത്തെ വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, വനിതാ വസ്ത്രങ്ങൾ, മൃഗശേഖരങ്ങൾ, പക്ഷികൾ എന്നിവയെല്ലാം അടങ്ങിയ സമ്പൂർണ്ണ ശേഖരം കാണാം. അതുപോലെ കഫേയും ഈ നിലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഗാലറിയിൽ പ്രദർശനങ്ങൾ കണ്ട ശേഷം സന്ദർശകർക്ക് ചായ, കോഫി, ലഘുഭക്ഷണങ്ങൾ, കേക്ക് തുടങ്ങിയവ ആസ്വദിക്കാനും സാധിക്കുന്നു. കഫേയിലിരുന്ന് സെക്കൻഡ് ഫ്ലോറിലുള്ള ഗാലറിയുടെ വ്യത്യസ്ത ദൃശ്യങ്ങളും ശില്പങ്ങളും കൂടി കാണാം. ഈ സെക്കൻഡ് ഫ്ലോറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കഫേയിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്, അഥവാ മെയിൻ കാസിലേക്ക് പോകാനുള്ള സൗകര്യവും ഉണ്ട്. ഇതാണ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് മെയിൻ കാസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള ദൃശ്യം. അടുത്തിടെ കാസിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസോ ഡ്രാമ ഷോസ് പ്രദർശിപ്പിക്കുന്ന സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് കേവലം കണ്ണിൻ്റെ സുഖം മാത്രമല്ല, ചരിത്ര കഥകൾ വഴിയുള്ള അതീവ സമഗ്രമായ അനുഭവങ്ങളാണ് നമുക്ക് പഴയ കാലഘട്ടത്തിലേക്കും ഇവ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. കാസിലിൻ്റെ ഉള്ളിൽ സന്ദർശകർക്ക് കാണാവുന്നതിൽ ഒരു പ്രധാന ആകർഷണം ഡീപ്പ് വെല്ലാണ്. ഈ പഴയ കിണറിൻ്റെ ആഴം മധ്യകാലഘട്ടത്ത് നീരൊഴുക്കിനും പ്രതിരോധ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. അതിനോടൊപ്പം ഹാങ്ങിങ് ലൈറ്റുകൾ, പുത്തൻ പ്രദർശന സജ്ജീകരണങ്ങൾ പഴയ കെട്ടിടത്തിൻ്റെ ഗംഭീരതയെയും മോഡേൺ ഫീൽ ലയിച്ച അനുഭവമാണ് നൽകുന്നത്. ഇത് കാസിലെ മറ്റൊരു മുറിയാണ്. ഇവിടെ നിന്നും ആ കിണർ ആക്സസ് ചെയ്യാനുള്ള ഒരു ജാലകം ഇവിടെ നിന്ന് തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഈ മുറിക്ക് മാത്രമല്ല, ഈ കാസിലെ ഓരോ ഫ്ലോറിൽ നിന്നും ആ കിണർ ആക്സസ് ചെയ്യാനുള്ള ഒരു ജാലകം എല്ലായിടത്തും തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് ഈ കാണുന്ന പ്രയർ റൂം. ഈ ജനലിലൂടെ നോക്കിയാൽ നമുക്കിപ്പോഴത്തെ നോർവിച്ച് ടൗൺ കാണാൻ പറ്റും. അങ്ങനെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സ്ത്രീ വന്ന് ലൈറ്റ് ഷോയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. ഈ ലൈറ്റ് ഷോയിൽ ഈ കാസിൽ എങ്ങനെ രൂപകൽപ്പന ചെയ്യപ്പെട്ടു, ആര് നിർമ്മിച്ചു, ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു എന്നിവയുള്ള കഥയാണ് ഇവർ ഈ ലൈറ്റ് ഷോയിലൂടെ പങ്കുവെക്കുന്നത്. അങ്ങനെ അത് കണ്ട ശേഷം വീണ്ടും കാസിലെ കാണാത്ത കാഴ്ചകളിലേക്ക് പോകാൻ വിചാരിച്ച് നടത്താൻ തുടങ്ങി. ഇതാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റുകൾ, പിന്നെ കിച്ചണുകൾ, അങ്ങനെ കാസിനുള്ളിലെ ഓരോ കാഴ്ചകൾ. ഇതാണ് ഏറ്റവും മുകളിലത്തെ പ്ലാറ്റ്ഫോം. ഈ റൂമിലാണ് അവർ നേരത്തെ ആ ലൈറ്റ് ഷോ കാണിച്ചിരുന്നത്. ഇതാണ് കാസിലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നുള്ള, അതായത് ടെറസിൽ നിന്നുള്ള
റൂഫ് വ്യൂ. ഇവിടെ നിന്ന് നമുക്ക് ഒരു 360 വ്യൂവിൽ നോർവിച്ച് സിറ്റി ഫുള്ള് കാണാവുന്നതാണ്. ഇതാണ് കാസിലിൻ്റെ അന്നത്തെ ഒരു മിനിയേച്ചർ പതിപ്പ്. കാസിലേക്ക് കടക്കണമെങ്കിൽ 3-4 കനാലുകൾ കടന്നു വേണം കാസിലേക്ക് എത്താൻ, കൂടാതെ 3-4 ബ്രിഡ്ജുകളും. ഈ കനാലുകളൊക്കെ കാസിലിൻ്റെ സേഫ്റ്റിക്ക് അന്ന് കാലത്ത് അവർ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചവയാണ്. നോർവിച്ച് കാസിൽ ഒരു ഉയർന്ന മനുഷ്യനിർമ്മിത കുന്നിന്മേലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഉയരം കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കാനും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാനും സഹായിച്ചു. കുന്നിൻ മുകളിൽ ഈ സ്ഥാനം മധ്യകാലഘട്ടത്തിൽ സൈനിക തന്ത്രപരമായി ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. ചരിത്രവും സംസ്കാരവും ഒരുമിച്ച് ചേരുന്ന നോർവിച്ച് കാസിൽ ഇംഗ്ലണ്ടിൻ്റെ മധ്യകാല പൈതൃകത്തെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്ഥലമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.